ഒന്നാമതായി ഞാനൊരു ശക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പാപത്തിന്റെ ശക്തി. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാപത്തിനൊരു ശക്തിയുണ്ടെന്ന്? പാപത്തിന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാപത്തിന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കും എന്റെ ജീവിതത്തിന്റെ ബലഹീനത. പാപത്തെ നമ്മൾ ഓമനപ്പേരിൽ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ബലഹീനത. പിന്നെ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നറിയാമോ? വീഴ്ച, പരാജയം, വൈകല്യം. പക്ഷേ പാപത്തെ നമ്മൾ ബലഹീനതയും വീഴ്ചയും വൈകല്യവുമായിട്ടൊക്കെ പറയുമ്പോൾ സ്തോത്രം, ഈ പാപത്തെ പൗലോസ് ഇവിടെ വിളിച്ചു പറയുകയാണ്, മരണം എന്ന് പറയുന്ന സർപ്പത്തിന്റെ വിഷമുള്ളാണ് പാപം. ആ പാപം വെറുതെ പ്രലോഭനമല്ല, ആ പാപം വെറും ഒരു ബലഹീനതയല്ല, ആ പാപത്തിനൊരു ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, പാപത്തിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാത്തടത്തോളം, പാപത്തെ നമ്മൾ ബലഹീനത എന്ന് കരുതുന്നിടത്തോളം പാപത്തെ നമ്മൾ കൊണ്ടു നടക്കും. അടുത്തതായി ഞാനൊരു കാര്യം പറയാം, ഒന്ന് ശ്രദ്ധിക്കണമേ. ഉറങ്ങല്ലേ, ഈ സമയം ഉറങ്ങല്ലേ, ശ്രദ്ധിക്കണമേ. സ്തോത്രം. പാപത്തെ കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ സ്തോത്രം, പാപത്തെ നമ്മൾ പലപ്പോഴും നമ്മുടെ ബലഹീനതയായി കാണുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പാപത്തെ അകറ്റുവാൻ കഴിയാത്തത്. പക്ഷേ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് പൗലോസ് വരുമ്പോൾ പൗലോസ് പാപത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ നമ്മൾ ആരോടാ പോരാടുന്നത്? നമ്മുടെ കുടുംബക്കാരോട് പോരാടുമോ? നമ്മുടെ സ്നേഹിതരോട് പോരാടുമോ? പോരാടുന്നത് ആരോടാ? ശത്രുവിനോടാ പോരാടുന്നത്. അപ്പൊ പാപത്തെ നമ്മുടെ ഓപ്പോസിഷനിൽ നിർത്തിയാൽ, പാപത്തെ നമ്മുടെ ശത്രുവായി കാണുവാൻ തുടങ്ങിയാൽ, അവിടെ തുടങ്ങിയായിരിക്കും ജയത്തിന്റെ ആരംഭം. അതെ. അടുത്തതായി പാപം, പൗലോസ് പറയുകയാണ്, പാപം എന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പാപം എന്നെ വഞ്ചിച്ചു എന്ന് പറയുകയാണ്. പാപം ഒരു വഞ്ചനയാണെന്നും പാപം എന്റെ ശത്രുവാണെന്നോ തിരിച്ചറിയുന്ന സമയം തുടങ്ങി മാത്രമേ മനുഷ്യന് പാപത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. ആവർത്തിക്കട്ടെ, പാപത്തിനൊരു ശക്തിയുണ്ട്, പാപത്തിനൊരു ശക്തിയുണ്ട്. അതെ, പാപത്തിനൊരു ശക്തിയുണ്ട്. നമ്മൾ പലപ്പോഴും പാപത്തിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാറില്ല, എന്നാൽ പാപത്തിന് ശക്തിയുണ്ട്. അപ്പോൾ ചോദിക്കാം, പാപം അതിന്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നത്? പാപത്തിന്റെ ശക്തി എങ്ങനെ നമ്മളിൽ ഇമ്പാക്ട് ചെയ്യും? പാപം നമ്മളിൽ എന്താണ് ചെയ്യുന്നത്? പാപത്തിന്റെ ശക്തിയെ നമ്മൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ പഠിപ്പാറുണ്ട്. പക്ഷേ ഞാൻ പാപത്തിന്റെ ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് പാപത്തിന്റെ 3 ശക്തി പ്രകടനങ്ങളെ ഞാൻ കാണിച്ച് അടുത്ത ഭാഗത്തിലേക്ക് കയറാം. പാപത്തിന്റെ 3 ശക്തി പ്രകടനങ്ങൾ, അത് ഏതനിലേക്ക് മാത്രം കടന്നു വന്നാൽ മതി. പാപത്തിന്റെ ശക്തി ഏതനിൽ വ്യാപരിച്ചപ്പോൾ ഒന്നാമത് ചെയ്തത് എന്താണെന്ന് അറിയാമോ? വാക്യങ്ങളെ വായിക്കേണ്ടത് പറഞ്ഞു പോകാം. 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം അവന് നൽകിയതായ തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിനാൽ പാപത്തിനൊരു ശക്തിയുണ്ട്. ദൈവം നമുക്ക് നൽകിയ തേജസ്, ദൈവം നമുക്ക് നൽകിയ മഹത്വം, ദൈവം നമുക്ക് നൽകിയ ഗ്ലോറി, അത് നമ്മളിൽ നിന്ന് എടുത്തു പറയുക പാപത്തിന്റെ ഒരു ശക്തിയുണ്ട്. സ്തോത്രം. ഈ തേജസ്, മഹത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ആത്മീയ വീക്ഷണത്തിൽ മാത്രം ചിന്തിക്കരുത്. നിങ്ങളുടെ സാമ്പത്തികം ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു ഗ്ലോറിയാണ്. നിങ്ങളുടെ ഫാമിലി ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു ഗ്ലോറിയാണ്. നിങ്ങളുടെ പ്രൊഫഷൻ ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു ഗ്ലോറിയാണ്. ഞങ്ങളുടെ ശുശ്രൂഷ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു അഭിഷേകമാണ്. ഞങ്ങളുടെ വെളിപ്പാട് ദൈവം ഞങ്ങൾക്ക് വലിയ ഒരു ഗ്ലോറിയാണ്. ഞങ്ങൾക്ക് അധികാര അത് ദൈവം ഞങ്ങൾക്ക് വലിയ ഒരു ഗ്ലോറിയാണ്. അങ്ങനെ നിങ്ങളുടെ മക്കൾ ദൈവം നിങ്ങൾക്ക് വലിയ ഒരു ഗ്ലോറിയാണ്. ഇത് പറയുന്ന ഒരു കാര്യം ദൈവത്തെ പറയട്ടെ, പാപം ഏറെ ശക്തിയോടെ ആക്രമിക്കേണ്ടതുണ്ടോ അത് നിങ്ങൾ മഹത്വത്തെ എഴുതുകയായിരിക്കുക. അത് പാപം ദൈവം നൽകിയ തേജസ്സിനെ, ദൈവം നൽകിയ മഹത്വത്തെ അവന് ലഭിക്കണമല്ലോ. പാപത്തിന്റെ ഒരു ശക്തിയുണ്ട്. അത് എനിക്ക് നിലക്കും ദൈവം നൽകിയ, എനിക്ക് നിങ്ങൾക്ക് ദൈവം നൽകിയ മഹിമയെ, മജസ്തിയെ, ഗ്ലോറിയെ, നമ്മളുടെ നന്മയെ എടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം പാപത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം. പാപം പ്രലോഭനമല്ല, പാപം ശത്രുവാണ്. പാപം പ്രലോഭനമല്ല, പാപം ശത്രുവാണ്. അമ്മ, പാപം ഒരു ബലഹീനതയല്ല, പാപത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അത് നമ്മുടെ മഹത്വത്തെ എടുത്തു കളയുകയാണ്. അത് നമ്മുടെ മഹത്വത്തെ എടുത്തു കളയുകയാണ്.
രണ്ടാമത് പാപത്തിന്റെ രണ്ടാമത്തെ ശക്തി ഏതൊരു മാത്രം നിൽക്കുകയാണ്. ഈ ലോസ്റ്റ് ദ ഫെലോഷിപ്പ്. ദൈവവുമായിട്ട് അവരുടെ ബന്ധം നഷ്ടപ്പെട്ടോ, ദൈവവുമായിട്ട് അവരുടെ ബന്ധം നഷ്ടപ്പെട്ടു. ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല നഷ്ടപ്പെട്ടത്. ആദം ഇപ്പോൾ ഹവ്വയെ കുറ്റം പറയുകയാണ്, ഹവ്വ ഇപ്പോൾ ആദത്തെ കുറ്റം പറയുകയാണ്. ഇവർ തമ്മിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. എന്റെ സഹോദരങ്ങളെ, പാപത്തിന്റെ രണ്ടാമത്തെ ശക്തി നിന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. പിശാചിന്റെ ഒന്നാമത്തെ ആഗ്രഹം നമ്മളെ ഇല്ലാതാക്കണമെന്ന. ഇല്ലാതാക്കാൻ പറ്റിയില്ല പിന്നെ എന്തോ പറയുമോ, ഒറ്റപ്പെടുക. ഞാൻ തെളിവ് തരാം. റോമൻ ചക്രവർത്തിയായ ഗവേഷൻ യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയിലിട്ട് കൊല്ലാൻ നോക്കി. കൊല്ലാൻ പറ്റാഞ്ഞപ്പോ എന്തോ ചെയ്തു? അവൻ പത്മോസിലേക്ക് നാടുകടത്തി ഒറ്റപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ദൈവം തിരിച്ചറിയണം. എവിടെയെങ്കിലും നിന്റെ ഇല്ലാതാക്കാൻ നോക്കിയ പരാജയപ്പെടുമ്പം അവൻ വായു കൂട്ടി കിട്ടിപ്പോയിരിക്കുമോ ചിന്തിക്കരുത്. നിന്നെ ഇല്ലാതാക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് അവൻ എന്ത് ചെയ്യുമ്പോഴാമോ, അവൻ നിന്നെ ഒറ്റയ്ക്കാക്കാൻ പരിശ്രമിക്കാം. കൂട്ടങ്ങളെ നിന്നെ അകത്ത് ജീവിതത്തിൽ തനിയെ കൊണ്ടുവരിക, ജീവിതത്തിൽ ഏകോപനയെ കൊണ്ടുവരിക, ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളെ കൊണ്ടുവരിക. ഇന്ന് രാത്രി നിങ്ങളെ തിരിച്ചറിയണം. അത് പാപത്തിന്റെ ശക്തിയാണ്. അവന്റെ ബന്ധങ്ങളെ നശിപ്പിക്കുകയാണ്. പാപം അത് ബന്ധങ്ങളെ നശിപ്പിക്കുകയാണ്. പാപത്തിന്റെ ശക്തി മനുഷ്യന് വല്ലാതെ ഒറ്റപ്പെടുത്തുകയാണ്. പക്ഷേ യോഹന്നാനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് പറ്റാതെ യോഹന്നാനെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഒറ്റപ്പെടുത്താൻ നോക്കുകയാണ്. പക്ഷെ ഒറ്റപ്പെടുത്താൻ നോക്കിയ ആ ദിവസം കത്ത ദിവസത്ത് യോഹന്നാൻ ആത്മദിവസങ്ങളിലേക്ക് കയറി. യോഹന്നാൻ കണ്ടോ 7 നക്ഷത്രം വലങ്കയും പിടിച്ച് നിലവാക്കുന്നത്. ആർക്ക് വെങ്കച്ചേർത്ത് നിലവിളിച്ച് തലയും തലി യുഗത്തോളം കൊടുത്താൽ അഗ്നിവാരപ്പെട്ട കണ്ണുകളിൽ വേദനിക്കുന്ന അഗ്നിവാറുകള അവരെയും ചുറ്റുപിടിച്ച ബ്രഹ്മാണ്ടങ്ങളുമായി കർത്താവ് തന്റെ അടുക്കൽ തന്നെ തൊട്ടേൽപ്പിച്ച അവർ കണ്ണാമതായിട്ട് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയാണ്. എന്നാൽ യോഹന്നാന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. ഞാൻ സ്നേഹിച്ച സഭ, എന്നെ സ്നേഹിച്ച സഭാജനങ്ങൾ ഞാൻ ഇനി അവരെ ഒരിക്കലും കാണുകയില്ല. എന്നാൽ യോഹന്നാന്റെ അടുക്കൽ ദൈവം പറയുക, യേശുവിനെ കിടക്കുന്ന തുടങ്ങി 7 സഭകൾക്ക് വേണ്ടി എണ്ണിപ്പിടിച്ചോ. നീ നേരത്തെ ആ സഭകളിലേക്ക് പോകാൻ പോവുക. ശത്രു നിന്ന് ഒരിക്കലും നേരത്തെ ഏഷ്യാമയിലേക്ക്, എഫെസോസിലേക്ക്, സ്വർണ്ണയിലേക്ക്, പർവ്വതത്തിലേക്ക്, പ്രിയമലയിലേക്ക്, നഗരപിടിയിലേക്ക്, ഭിന്നതപിടിയിലേക്ക്, ഞാൻ വീണ്ടുള്ള കൂട്ടായ്മയിലേക്ക്, ഞാൻ വീണ്ടുള്ള ബന്ധങ്ങളിലേക്ക്, ഞാൻ കൊണ്ടുപോവുക. ഇന്ന് സഭയെക്കുറിച്ചുണ്ട്, ഇന്ന് വിശുദ്ധ ആൾക്കാർക്കുണ്ട്, ഇന്ന് ദൈവത്തിനോട് കണക്കാക്കുന്നുണ്ട്. ജീവിച്ചാല് ഈ ഈ ഏത് സഭകൾക്കുണ്ട് ഞാൻ നിങ്ങളെ പിന്നെയും കൊടുത്തു. ജീസസ് ഫെലോഷിപ്പ്, രണ്ട് ചർച്ച് ഫെലോഷിപ്പ്. അല്ലോ യോഹന്നാനെ ഡൊമേച്ചിൻ നാട് നടത്തുന്നത് സ്തോത്രം. യോഹന്നാൻ ഇനി പുറലോകങ്ങളാണെന്ന് പറഞ്ഞ, പക്ഷേ യേശു വന്നിട്ട് പറഞ്ഞു, ആരൊക്കെ കൈവിട്ടാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. രണ്ടാമത് പറഞ്ഞു, ഞാൻ മാത്രമല്ല, നീ സഭക്കാരനെന്ന് പറഞ്ഞല്ലേ നിന്റെ നാട് നടത്തിയത്. 7 സഭകൾക്ക് എഴുതി വെച്ചോ. ഇന്ന് ഈ ഏഷ്യാമായി നടന്ന 7 സഭകളിൽ വട്ടം ചുറ്റിക്കുന്ന ഇന്നെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കത്തില്ല. ആണ് ആശ്വാസത്തോടെ സമാധാനത്തോടെ യോഹന്നാൻ എഴുതി തീർന്നപ്പോ അടുത്ത ശബ്ദം വന്നു, യോഹന്നാനെ നീ ഇങ്ങനെ പത്മോസിൽ ഒറ്റയിരിക്കുന്നേ, അവിടെ ഇരിക്കേണ്ടതേ, നീ മേലോട്ട് കയറുള്ളോ, നീ അവിടെ ഒറ്റയിരിക്കണ്ട. ഇവിടെ 24 മൂപ്പന്മാരും 1000 ദൂതന്മാരും ആ എണ്ണമറ്റ സെലസ്റ്റിയൽ ബോഡീസ്, സ്വർഗീയ ശരീരങ്ങളിൽ നിൽക്കുമ്പോ നീ ഇതിനെ പത്മോസിൽ ഈ റായി പറക്കുന്ന കഴിവിന്റെ ചിറകടികൾക്കകത്ത് മരണത്തിന്റെ ഞരക്കുന്നിട്ട് നീ എന്തിനാ പത്മോസിൽ ഇരിക്കുന്നത്? വിഷാദത്തിന്റെ ആരവം പോലെ തകർത്ത ഇടിമുഴക്കപ്പോൾ വെള്ളത്തിന്റെ ഇരച്ചയും പോലെ നീ നല്ല ശബ്ദം കേൾക്കാൻ ഇനി സ്വർഗത്തിലേക്ക് കയറുക. കള്ള സാപ്പാന് നീ എത്ര ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഏതൊക്കെ ബന്ധങ്ങൾ തകർക്കാതെ തകർക്കാൻ വേണ്ടിയിട്ടില്ല. ദൈവത്തിന്റെ ആഗ്രഹ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ആഗ്രഹ ബന്ധങ്ങൾ ദൈവത്തിന്റെ ആഗ്രഹ അതിനെ തകർക്കാൻ സാധ്യമല്ല. സാത്താൻ പാപത്തിനൊരു ശക്തിയുണ്ട്. ഒന്ന്, യൂസ് ദ ഗ്ലോറി, മഹത്വത്തെ എടുത്തു കളയുക. സാത്താന്റെ രണ്ടാമത്തെ ശക്തി നമ്മളുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുക. പാപത്തിന്റെ രണ്ടാമത്തെ ശക്തി. പാപത്തിന്റെ മൂന്നാമത്തെ ശക്തി, he lost his habitat. അവന്റെ വാസസ്ഥലം അവന് നഷ്ടപ്പെട്ടു.
അവനെ ഏദനിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇന്ന് രാത്രി, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, the strength of sin, the power of sin, it will try to lose your habitation. നിന്റെ ഇരിപ്പിടത്തിൽ നിന്ന്, നിന്റെ പൊസിഷനിൽ നിന്ന്, നിന്റെ പദവിയിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ നാട്ടിൽ നിന്ന് നിങ്ങൾ ഓടിക്കാനും പരിശ്രമിക്കാം. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോയെന്ന് പറയുന്നത് പോലെ അഭിഷക്തന്മാരുടെ അടുക്കൽ പാപത്തിന്റെ ശക്തി കൊണ്ട് പോരടിച്ച പൈശാചിക മണ്ഡലം അതിന്റെ പിന്നിൽ നിന്ന് ഇവിടെ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ നോക്കുക. 62 സങ്കീർത്തനം 4 വാക്യം, അവന്റെ പദവിയിൽ നിന്ന് അവനെ പണിയിടുവാനും അവർ നിരൂപിക്കുന്നത്. ഏത് ദൈവം തന്റെ മക്കൾക്ക് നൽകിയ പദവിയായിരുന്നു. അവൻ ഇന്ന് പദങ്ങൾ പറയട്ടെ, കുടുംബജീവിതത്തിൽ ദൈവങ്ങൾക്ക് ഒരു പദവി നൽകിയിട്ടുണ്ട്, സമൂഹത്തിൽ ദൈവങ്ങൾക്ക് ഒരു പദവി നൽകിയിട്ടുണ്ട്, സഭയിൽ ദൈവങ്ങൾക്ക് ഒരു പദവി നൽകിയിട്ടുണ്ട്, ദേശത്തിൽ ദൈവങ്ങൾക്ക് ഒരു പദവി നൽകിയിട്ടുണ്ട്, ആത്മബന്ധത്തിൽ അഭിഷേകത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു പദവി നൽകിയിട്ടുണ്ട്. ആ പദവിയിൽ നിങ്ങൾ പഴു താഴെയിടുവാൻ വിശാല പാപത്തിന്റെ വേഷമടിച്ച് നിങ്ങൾക്കെതിരെ ശക്തിയോടെ പോരടിക്കുവാൻ നിങ്ങളുടെ ദൈവസഭ തിരിച്ചറിയുന്ന പാപത്തിന്റെ ശക്തിയില്ല. പാപം ബലഹീനതയല്ല, പാപത്തിന് ശക്തിയുണ്ട്. പാപം പ്രലോഭനമല്ല, പാപം ശത്രുവാണ്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറട്ടെ. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറിയാൽ പാപം നമ്മുടെ അടുക്കൽ വരത്തില്ല. പാപത്തോട് പോരാടുന്ന നമ്മുടെ പേഴ്സ്പെക്റ്റീവിലേക്ക്. സ്തോത്രം. ഉണ്ടോ? ഒന്നാമത് ഞാൻ നിങ്ങളെ ഒരു ശക്തിയെ കാണിച്ചു. ഏതാണ് ആ ശക്തി? പാപത്തിന്റെ ശക്തി. സ്തോത്രം. ദൈവസഭയ്ക്കെതിരെ ഭയങ്കരമായി ശത്രു പൊരുതുന്ന ഒരു ശക്തിയാണ് പാപത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് ഭക്തൻ പാട്ടുപാടുമ്പോ ഇന്നൊന്നും അങ്ങനെ പരമാർത്ഥമായിട്ട് ആരും ആ പാട്ടിന്റെ എങ്ങനെ എഴുതിയാൽ പരമാർത്ഥമായിട്ട് എഴുതത്തില്ല. കഷ്ടത്തിന് ശോധന ഭീമമായി വരുമ്പോൾ, നിന്ദയിന് ശോധന ഭീമമായി വരുമ്പോൾ, ദുഃഖത്തിന് ശോധന, അതൊക്കെ പറയത്തുള്ളൂ. പക്ഷെ പഴയകാല ഭക്തൻ എത്ര പരമാർത്ഥമായിട്ടാ പറഞ്ഞത്? പാപത്തിന് ശോധന ഭീമമായി വരുമ്പോൾ. ഇന്ന് നമ്മളായിരുന്നെങ്കിൽ അതിനെ വിലയിട്ടനെ. ഇത്രയും പാപത്തിന്റെ ശോധന പുള്ളിയുടെ പാട്ടെന്തിനാ നമ്മൾ പാടുന്നത്? പക്ഷെ ആ പരമാർത്ഥതയിൽ അദ്ദേഹം പറയുകയാണ്, പാപത്തിന്റെ ശോധന ഭീമമായി കടന്നു വരുന്നു. അത് പ്രതികൂലമായി തിരിച്ചറിയുകയാണ്. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഒന്ന്, ദൈവജനത്തിനെതിരായ ഒരു ശക്തിയാണ് പാപത്തിന്റെ ശക്തി. പാപത്തിനൊരു ശക്തി ഉണ്ടെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം.